Thank you. Thank you. Especially last K.R. Narayan അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യൂവിൽ പോയി ആ ബട്ടർഫ്ലൈ നിൽക്കുമ്പോൾ അതൊരു വലിയൊരു മെസ്സേജ്. എന്ത് പൊളിയായിരുന്നു അവൻ പടം കണ്ടായി അടിപൊളിയായിരുന്നു. എല്ലാ സീനും അടിപൊളിയായിട്ട് കൂവി ഞങ്ങളുടെ സൗണ്ടൊക്കെ പോയി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അജുമാമനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓക്ക് ഇഷ്ടപ്പെട്ടോ ഭയങ്കരമായിട്ട്? ഇനി വന്ന് കാണുമോ? കാണും. ക്യാരക്ടർ ആയിരുന്നല്ലോ, കുറച്ച് ഭയങ്കര നല്ല ക്യാരക്ടറാണ്. സ്വീറ്റ് ആയിട്ടുള്ള ഭയങ്കര സ്വീറ്റ് ഒരു ടീച്ചറിന്റെ റോളാണ്. ഇവരുടെ പൊക്കം മാറിപ്പോയി അല്ലേ? ഇയാളെ രക്ഷയില്ല. ഇയാളുടെ ഒരു എക്സ്പ്രഷൻസും. ഞാൻ ബിനീഷ് ഇവർ പറഞ്ഞ പോലെ അല്ല, ഞങ്ങളെല്ലാവരും ഡയറക്ടർ പറഞ്ഞത് അതേപോലെ ചെയ്തു. ഈ പല ഇൻ്റർവ്യൂസിന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എൻ്റെ ആസ് ആൻ ആക്ടിങ് കരിയറിൽ എൻ്റെ ആക്ടിങ് പാറ്റേണിൽ ഒരുപാട് മാറ്റം വരുത്തിച്ചൊരു സിനിമയാണ്. കാര്യം അതുവരെ ഞാൻ കുറേ മെനക്കെട്ട് അഭിനയിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. ഈ സിനിമ കൊണ്ടാണ് നമ്മൾ മെനക്കെടണ്ട, ഇവർ നമുക്ക് വേണ്ടി മെനക്കെടുന്നത് നമ്മൾ നോക്കിയാൽ മതി. കാര്യം ഒരു ആക്ടറിൻ്റെ ഈഗോ ഉണ്ട് പലപ്പോഴും. ഒരു ഡയറക്ടർ നോ അല്ലെങ്കിൽ വൺ മോർ പറയുമ്പോൾ ആ ഈഗോ എന്നിൽ നിന്ന് മാറ്റിയ സിനിമ സ്ഥാനാർത്ഥിയാണ്. ഇൻഫാക്ട് ഈ സിനിമ കഴിഞ്ഞാണ് ഞാൻ കേരള ക്രൈം ഫയൽസ് അഭിനയിച്ചത്. അപ്പോൾ കേരള ക്രൈം ഫയൽസ് നന്നാവാൻ ഒരു പരിധി വരെ എൻ്റെ ഒരു റീസെൻറ്റ് വിനീഷിൻ്റെയും ഫിലിമിൻ്റെയും ഒരു എന്താ പറയുക മെൻറ്ററിങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം സിനിമ വളരെ ചെറിയ ഒരു റിലീസാണ്. അതിലിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതിലിപ്പോൾ ജോണി ചേട്ടൻ, സൈജു ചേട്ടൻ അവരൊക്കെ വന്ന് നമ്മുടെ ഈ സിനിമയിൽ ഭാഗമായത് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ആ സിനിമയുടെ മെറിറ്റിലാണ് വന്നത്. ഇന്നിപ്പം ഈ സിനിമ നമുക്കറിയില്ല തിയേറ്ററിൽ എത്ര ദിവസം ഉണ്ടാകും, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ വളരെ പൂർണ്ണ തൃപ്തരാണ് ഞങ്ങൾ ചെയ്ത സിനിമ. അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവോ ബാക്കി വിഷയങ്ങളേക്കാൾ ഉപരി അതിൻ്റെ രാഷ്ട്രീയവും ഞാൻ മാറ്റി വെക്കുന്നു. പക്ഷെ ആ സിനിമയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അത് എൻ്റെ ചെയ്യുന്നത് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന, നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി മാറിയ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു ഓർമ്മയിലാണ്, ഓർമ്മക്കുറിപ്പിലാണ്, ഒരു വലിയ ആശയത്തിലാണ്. അതിൽ തന്നെ എനിക്ക് വളരെ വെരി കണ്ടന്റ്. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം. ഇതിപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിപ്പം മനസ്സിലായി കാണല്ലോ. നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് ഇതൊരു ചെറിയ പടമായിട്ട് ഫീൽ ചെയ്യും. കുട്ടികളുടെ സിനിമ, പിന്നെ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം വളരെ ചെറുതായിരിക്കും. സെയിം ഈ പല്ലൂട്ടിക്ക് ഇതേപോലെയായിരുന്നു. അതായത് വളരെ ചെറിയൊരു പടമായിരുന്നത്. ഇൻഫാക്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു സിനിമയായിരുന്നു. പക്ഷേ ഇത് സിനിമ വിജയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വന്നു, നിങ്ങളുടെ അയൽവക്കാരുടെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരും വന്നു. അങ്ങനെ ആ സിനിമ ഒരു വലിയ സിനിമയായി. അതേപോലെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ ഒരു വലിപ്പം നിങ്ങൾ മാറ്റി തരണം, ഇതൊരു വലിയ സിനിമയാക്കി തരണം. അത് സംഭവിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പുറത്തുപോയി ഇതിനെപ്പറ്റി പറയുന്നതും പിന്നെ അത് കൺവേർഷൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഒരാളുടെയൊക്കെ പറഞ്ഞു, അവർ മറ്റുള്ളവരുടെയൊക്കെ പറഞ്ഞു, അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ആവും ടിക്കറ്റ്സിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഒരു വലിയ സിനിമയായി മാറും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സിനിമ ആവേണ്ട സിനിമയാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്തത്. പിന്നെ ഇനിയിപ്പം സിനിമ കണ്ട ആൾക്കാരായത് കാരണം സിനിമയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ലേ? ഇവരൊക്കെ ഭാവിയിലെ വലിയ കലാകാരന്മാർ ആകാൻ പോകുന്ന ആൾക്കാരാണ്. ഒരുപാട് പേര് ഹീറോസ് ആവും, ഒരുപാട് പേര് സപ്പോർട്ടിങ് റോൾ, ഇപ്പോൾ ഞാനും അജയൊക്കെ ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ പ്രായത്തുമ്പോഴത്തേക്ക് അവർ ഞങ്ങളുടെ ഒക്കെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പം പ്രോത്സാഹനമാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ അത്
നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുപേരൊക്കെ പറയാന്നുള്ളതാണ് നമ്മുടെ പടത്തിനെ സംബന്ധിച്ച്, ഇവരെ സംബന്ധിച്ച് പ്രോത്സാഹനം. എന്തായാലും ഒരുപാട് നന്ദി. നിങ്ങൾ സമയം കണ്ടെത്തി ഈ സിനിമ കാണാൻ വേണ്ടി വന്നു. നിങ്ങളൊക്കെ എൻ്റർടൈൻ ആയെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.